ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ സെറ്റുകളിലും ദിവാങ്കോട്ടുകളിലുമെല്ലാം ഉപയോഗിക്കുന്ന റൗണ്ട് പില്ലോസുകൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ. ആദ്യം നമുക്ക് അതിനാവശ്യമുള്ള ഒരു യൂഫോമിൻ്റെ കഷ്ണം എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 ഇഞ്ച് സ്ക്വയറിലുള്ള ഒരു യൂഫോമിൻ്റെ പീസാണ്. അതിനുശേഷം നമുക്ക് അല്പം ഫെവിക്കോളിൻ്റെ SR ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതായത് റൗണ്ട് ഷേപ്പിൽ അതിനെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി SRൻ്റെ ഗമ്മാണ് ഉപയോഗിക്കണം, ഫെവിക്കോളിൻ്റെ SR ഗം. അതതിൻ്റെ 2 സൈഡ് വശങ്ങളിലും അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഫോമിൻ്റെ 2 സൈഡുകളിലും അപ്ലൈ ചെയ്തു. അതിന് ശേഷം ആ പശ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വീടുകളിലൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ 1 ഇഞ്ചിൻ്റെ ഒരു ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ 5-6 പീസോ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ അതിനെ ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം അതിൻ്റെ ആ 2 സൈഡിലെ റൗണ്ടും കവർ ചെയ്യാൻ വേണ്ടി ചെറിയ കഷ്ണം PU ഫോമിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പില്ലോസിൻ്റെ 2 സൈഡും കവർ ചെയ്യാൻ വേണ്ടി 2 പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതൊരു ചെറിയ കട്ട് പീസിൽ നമ്മൾ മേടിച്ച ഫോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പോൾസ് വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് കിട്ടുന്ന വേസ്റ്റ് ഫോമായാലും മതി. അതിൽ നിന്നും 2 പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് അതിൻ്റെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പ്, പക്ക റൗണ്ട് വന്നില്ലെങ്കിലും ഏകദേശം നമ്മൾ മാർക്ക് ചെയ്തേക്കണ റൗണ്ട് ഷേപ്പിൽ കിട്ടിയാൽ മതി. അതിനൊന്ന് ചെറുതായിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പില്ലോസിൻ്റെ റൗണ്ടിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഉപയോഗിച്ച സെയിം SRൻ്റെ പശയുണ്ടല്ലോ, ഫെവിക്കോളിൻ്റെ പശ, അതിപ്പോൾ ഇത് ഞാനൊരു 1 ലിറ്ററിൻ്റെ ഇതാണ്. ഒരു സാമ്പിൾ, ചെറിയൊരു സാമ്പിൾ ടിന്ന് മേടിച്ചാലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അതിൻ്റെ 2 സൈഡിലായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിലേക്ക് അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് 2 പീസിലും, അതായത് റൗണ്ടായിട്ട് 2 ഇഞ്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ റൗണ്ട് പില്ലോയുടെ ഷേപ്പിലും പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫോമിൻ്റെ പീസിലും അത് തേച്ച് കൊടുക്കണം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒരു സൈഡിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പില്ലോയുടെ സൈഡ് റൗണ്ട് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ സാവധാനം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോളിൻ്റെ പശയായതുകൊണ്ട് അല്പം നേരം കഴിഞ്ഞിട്ട് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും. അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു കവറ് തയ്ക്കേണ്ടത്. പില്ലോസിൻ്റെ കവറ് തയ്ക്കാൻ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് റൗണ്ട് മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ചെയ്തേക്കണേ 20 സ്ക്വയറിൽ എടുത്ത ഫോം ആയതുകൊണ്ട് അതിൻ്റെ റൗണ്ട് മെഷർമെൻറ്റ് ഒരു 24 ഇഞ്ചും പിന്നെ ലെങ്ത്ത് ഏകദേശം ഒരു 26 ഇഞ്ചും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പില്ലോക്കുള്ള കവർ തയ്യാറാക്കാം. പിന്നെ നമുക്കൊരു കട്ട് പീസ് ക്ലോത്ത് വീട്ടിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന, നമുക്ക് എന്തുകൊണ്ടാണ് പില്ലോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലോത്ത് എടുത്തിട്ട് ആ മെഷർമെൻറ്റ് അതിലേക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ 24-26 ഷേപ്പിൽ നമ്മൾ അളന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ അത് അതിലേക്ക് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കണം. ഒരു സൈഡിലേക്ക് 24 ഇഞ്ചും പിന്നെ ലെങ്ത്തും എന്ന സൈഡിലേക്ക് 26 ഇഞ്ചും. അതിനാണ് ഇപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്ന് തന്നെ ഒരു 2 പീസോടെയും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് പില്ലോസ് തയ്യാറാക്കി കഴിയുമ്പോൾ ഈ പില്ലോസിൻ്റെ 2 സൈഡിലും വരുന്ന റൗണ്ടില്ലേ, ആ റൗണ്ടിൻ്റെ 2 അറ്റങ്ങളിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്റ്റിച്ച് ചെയ്തെടുക്കും നമ്മുടെ വീട്ടിൽ സാധാരണ തയ്യൽ മെഷീൻ മതി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പിന്നെ അതിന് നമുക്കത് ടൈറ്റ് ചെയ്ത് ആ 2 സൈഡിൽ ആ ഫ്ലേറ്റ് വരാൻ വേണ്ടി വലിച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നൂല് അതിൻ്റെ
എഡ്ജിൽ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇച്ചിരി ബലമുള്ള ഏതെങ്കിലും നൂല് മതി. അങ്ങനെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ ആ ലെങ്ത്തുള്ള സൈഡിൽ 26.5 മാർക്ക് ചെയ്തേക്കുന്ന സൈഡിലെ ആ സൈഡിലാണ് നമുക്ക് ഈ ആ ടോയ് നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ അതിൻ്റെ ആ കട്ട് ചെയ്ത് ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലും രണ്ട് എഡ്ജിലുമായിട്ട് ആ ടോയ് നൂല് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് പില്ലോടെ രണ്ട് സൈഡും വലിച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിനെ ടോയ് നൂല് വെച്ച് തയ്ക്കുന്നത്. ടോയ് നൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബലമുള്ള തുണിയുടെ ചെറിയ സൈഡ് തേര് കട്ട് ചെയ്തെടുത്താലും മതി. അതിനെ തയ്ക്കുക. രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം അത് കൂട്ടി യോജിപ്പിക്കണം. ആ റൗണ്ട് വന്ന സൈഡ് കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പില്ലോടെ കവർ തയ്യാറായി. അതിനുശേഷം നമ്മൾ ഗമ്മ് ചെയ്ത് ഒട്ടിച്ച് വച്ചിരിക്കുന്ന ആ യൂണിഫോമിൻ്റെ റൗണ്ട് ഈ കവറിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. കവർ മറച്ചിട്ടതിന് ശേഷം നമ്മൾ ഒട്ടിച്ച് വച്ചിരിക്കുന്ന ആ യൂണിഫോമിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ഈ കവറിൻ്റെ അകത്തേക്ക് കയറ്റി ഫില്ല് ചെയ്യണം. അതിനുശേഷമാണ് നമുക്കത് പില്ലോ ഫില്ല് ചെയ്തെടുക്കേണ്ടത്. നമ്മളത് ആ ഫോമൊന്ന് ചെറുതായിട്ട് മടക്കി ആ കവറിൻ്റെ അകത്തേക്ക് അല്പം ബലം പ്രയോഗിക്കേണ്ടി വരും. കാരണം പറഞ്ഞാൽ അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഒരേ അളവിലാണ് രണ്ടും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്തേക്ക് അത് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു സൈഡ് നമ്മൾ ആ ടോയ് നൂല് ഇട്ടിരിക്കുന്ന ഒരു സൈഡ് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുക. അതിൻ്റെ മറു സൈഡിൽ അപ്പോൾ നമുക്കൊരു ചെറിയ ഹോള് കാണാം. ഹോളിലേക്കാണ് നമ്മൾ ഈ ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ യൂണിഫോമിൻ്റെ കട്ട് പീസാണ് ഫില്ല് ചെയ്യണത്. യൂണിഫോമിൻ്റെ കട്ട് പീസ് ഇല്ലെങ്കിൽ ക്ലോത്തിൻ്റെ കട്ട് പീസുകൾ അങ്ങനെ എന്തെങ്കിലും പീസുകൾ മതി. ഈ അപ്പോൾസ്റ്ററി വർക്ക് നടക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഈ യൂണിഫോമിൻ്റെ കട്ട് പീസൊക്കെ ധാരാളം വേസ്റ്റ് കിട്ടും. കാരണം അവിടെയൊക്കെ ഈ അപ്പോൾസ്റ്ററി വർക്കുകൾ നടക്കുന്നിടത്ത് ഇതിൻ്റെ കട്ട് പീസുകൾ ധാരാളം ഉണ്ടായിരിക്കും. വേസ്റ്റ് എടുത്ത് ഫില്ല് ചെയ്യണം. ഫില്ലിങ് വളരെ കറക്റ്റായിട്ട് ചെയ്യണം. എന്നാലാണ് ആ പില്ലോടെ ഷേപ്പ് കറക്റ്റ് റൗണ്ടിൽ കിട്ടുള്ളൂ. അതിനെ പില്ലോയ്ക്ക് നല്ല ഭംഗിയുള്ള റൗണ്ടിൽ വന്നെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന ഫോമുകൾ വളരെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. കറക്റ്റായിട്ട് വെച്ചാൽ നല്ല തിക്കായിട്ട് നിറച്ചാൽ മതി. വേറൊന്നുമില്ല, ഈ നമ്മൾ ഫോം ശരിക്കും തിക്കായിട്ട് തലങ്ങണയൊക്കെ വീടുകളിൽ ഫില്ല് ചെയ്യണ അതിൽ നന്നായിട്ട് തിക്കായിട്ടാണ്ട് ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ആ ഗമ്മ് തന്നെ ഉപയോഗിച്ച് സാറിൻ്റെ ഫെവിക്കോളിൻ്റെ ഗമ്മ് ഉപയോഗിച്ച് ഒന്ന് ആ സൈഡും ഒന്ന് അടച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോമിൻ്റെ പീസിൻ്റെ എഡ്ജിലും അതുപോലെ തന്നെ ആ റൗണ്ടിൻ്റെ എഡ്ജിലും ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ആ സൈഡും ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിലിട്ടിരിക്കുന്ന ടോയ് നൂലും ആ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പില്ലോ റെഡിയാകും. അത് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് വലിച്ച് മുറുക്കി ആ ഫ്ലൈറ്റ് വരുന്ന മാതിരി ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ക്ലോത്ത് കട്ട് ചെയ്ത സമയത്ത് രണ്ട് കട്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ആ കട്ട് പീസ് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ചെറിയ ഗ്യാപ്പ്, ആ ഫോം കാണുന്ന രണ്ട് ഗ്യാപ്പിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനെ ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടിയതിന് ശേഷം ആ ടോയ് നെയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന റൗണ്ടിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ പില്ലോ കവർ കട്ട് ചെയ്തപ്പോൾ രണ്ട് പീസ് മാറ്റി വെച്ചില്ലേ കട്ട് ചെയ്ത്, ആ രണ്ട് പീസ് അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആ രണ്ട് ക്ലോത്തിൻ്റെ പീസും രണ്ട് സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പില്ലോ റെഡിയായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ പുതിയ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.